സംസ്ഥാനത്തെ എൻഡിഎയിൽ ഭിന്നത രൂക്ഷം. ഒരു വശത്ത് ബിജെപിയും ബിഡിജെഎസും മാത്രമായി. ബിജെപിക്കെതിരെ ബിഡിജെഎസ് ഒഴികെയുള്ള കക്ഷികളെല്ലാം ഒരുമിച്ച് തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. സംസ്ഥാന നേതൃത്വം അവഗണിക്കുന്നുവെന്ന പരാതിയിൽ 15 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കാമെന്ന് കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയതായി ഘടകകക്ഷികൾ പറയുന്നു. മാതൃഭൂമി ന്യൂസിലൂടെ കാമരാജ് കോൺഗ്രസ് പ്രകടിപ്പിച്ച എൻഡിഎയിലെ അതൃപ്തി കൂടുതൽ കക്ഷികൾ പരസ്യമാക്കി. കാമരാജ് കോൺഗ്രസിനെ നയിക്കുന്ന സമുദായ സംഘടനയായ VSDPയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് 5 എൻഡിഎ ഘടകകക്ഷികൾ യോഗം ചേർന്നു. ബിജെപിക്ക് എല്ലാം ഒറ്റയ്ക്ക് വേണമെന്ന വലിയേട്ടൻ മനോഭാവമെന്ന് 5 ഘടകകക്ഷികളും ആരോപിച്ചു. അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ മുന്നണിയിൽ തുടരാനാകില്ലെന്ന നിലപാടിലാണ് ഘടകകക്ഷികൾ. ഒരു വലിയേട്ടൻ മനോഭാവം, ബിജെപിക്ക് മാത്രം 140 സീറ്റിൽ മത്സരിക്കണം, ബിജെപിക്ക് തന്നെ മുഖ്യമന്ത്രിയാവണം, അങ്ങനെ ഉള്ള ഒരു ചിന്താഗതി അവരുടേത്. അതൊരു കാടത്ത ചിന്താഗതിയാണ്. അത് ഈ സംയുക്തമായിട്ട് നമ്മൾ കൂടിയവർ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. കടുത്ത തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വം 15 ദിവസത്തെ സാവകാശം ചോദിച്ചതായി ഘടകകക്ഷികൾ അവകാശപ്പെട്ടു. കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ള ബോധ്യം വന്ന സമയത്താണ് ഇന്ന് ജാവേക്കർ ഇപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് സമയത്ത് ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു. 15 ദിവസത്തെ സമയമാണ് കേന്ദ്ര നേതൃത്വം നമ്മളുടെ ആവശ്യപ്പെട്ടത്. 15 ദിവസം. കാമരാജ് കോൺഗ്രസ്, നാഷണൽ കേരള കോൺഗ്രസ്, LJP, സോഷ്യലിസ്റ്റ് ജനതാദൾ, CK ജാനു നയിക്കുന്ന JRP എന്നീ കക്ഷികളാണ് ബിജെപിക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങിയത്. 10 വർഷത്തിലധികമായി എൻഡിഎയിൽ തുടർന്നിട്ടും ഒരു പരിഗണനയും കിട്ടുന്നില്ലെന്ന പരാതി ഒറ്റപ്പെട്ടതല്ലെന്ന് വ്യക്തമായി. ഞങ്ങളൊക്കെ 2014 മുതൽ കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗമായി ഈ മുന്നണിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നതാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഭരണത്തിലായിരിക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ പങ്കാളിത്തമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. ഘടകകക്ഷികൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നാണ് പ്രധാന ആവശ്യം. പ്രധാനമന്ത്രി അടക്കം ബിജെപിയുടെ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കണം. ബിജെപി കേരള നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടമായ ഘടകകക്ഷികൾ എൻഡിഎ യോഗത്തിൽ ബിജെപിയുടെ കേന്ദ്ര പ്രതിനിധി കൂടി വേണമെന്നും ആവശ്യപ്പെടുന്നു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.